41-ാമത്തെ സർഗത്തിലെ 29-ാമത്തെ പദ്യം മുതൽ ആരംഭിക്കാം. ഉച്യതാം ഭാസഭോ രാജൻ വിപശ്ചിദപരാഖ്യഹേ കിയദ്ദൃഷ്ടം കിയദ്ഭ്രാന്തം ദൃശ്യം സ്മരസി കിഞ്ചവാ. പറഞ്ഞു നിർത്തിയ സ്ഥലം ഇതാണ്. അത്യാശ്ചര്യമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി. ഇത് ഒരിക്കലും നശിക്കുന്നില്ല. പ്രപഞ്ചം മൊത്തത്തിൽ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. പ്രപഞ്ചത്തിനകത്ത് പലതും ഉണ്ടാകുന്നു, നശിക്കുന്നു. പക്ഷേ ഈ പ്രപഞ്ചം എന്നുള്ള മൊത്തത്തിൽ ആ ആകത്തുകയ്ക്ക് ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. കാരണം അത് പരമാത്മാവ് തന്നെയാണ്. നാനാത്വബുദ്ധ്യാ നാനൈവ ജീവോഹമിതി താമ്യതി. നാനാത്വം സത്യമാണ് എന്ന് വിചാരിച്ച് ജീവൻ ജീവഭാവത്തിൽ തന്നെ ഒരു പ്രത്യേക വ്യക്തിയായി കരുതിക്കൊണ്ട് താമ്യതി, ക്ഷീണിക്കുന്നു. ക്ഷീണിക്കുന്നു എന്ന് പറഞ്ഞാൽ ജീവിച്ച് തളരുന്നു. അഭിവൃദ്ധിയൊന്നുമില്ല. ജീവിതത്തിൽ ഉന്നതി കൈവരിക്കാൻ കഴിയുന്നില്ല. അധപ്പതിക്കുകയാണ് ചെയ്യുന്നത്, തളരുകയാണ് ചെയ്യുന്നത്. വളർന്ന് ഒരു കുട്ടി എന്താവും? വൃദ്ധനാവും. വൃദ്ധനായിട്ട് ജരാനരകൾ ബാധിക്കും. അതാണല്ലോ വാർദ്ധക്യം എന്ന് പറയുന്നത്. അവസാനം നശിക്കും. ഇപ്പം നശിക്കാനായി ജനിക്കുന്നവരാണ് ജീവന്മാർ. വളരുംതോറും പിളരും തോറും വളരും. രാഷ്ട്രീയ കക്ഷികളെ പോലെയാണ്. വീണ്ടും ജനിക്കുന്നു, മരിക്കുന്നു. ജനിക്കുന്നത് എന്തിന്? മരിക്കുന്നതിനായി. മരിക്കുന്നതോ വീണ്ടും ജനിക്കാനായി. ജനിച്ച് കർമ്മം ചെയ്ത് തളരുന്നു, ക്ഷീണിക്കുന്നു. എന്നാണ് ഈ ജീവന്മാർ സ്വസ്ഥരായിത്തീരുന്നത്. നിരന്തരമായ ശാന്തി അവർക്ക് ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും അനുഭവിക്കാൻ കഴിയുന്നില്ല. ഉച്യതാം ഭാസഭോ രാജൻ, അല്ലയോ ഭാസരാജാവേ. ഭാസൻ വിപശ്ചിത്തിൻ്റെ പുതിയ പേരാണ്. ദശരഥൻ്റെ സഭാവാസികൾ നൽകിയ പേരാണ്. ആ പേര് പറഞ്ഞ് തന്നെ വിശ്വാമിത്രൻ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നു. അല്ലയോ ഭാസമഹാരാജാവേ, വിപശ്ചിത് അപരാഖ്യഹേ. വിപശ്ചിത്ത് എന്ന മറ്റൊരു പേരോട് കൂടിയവനെ. രണ്ടും ഒരാളുടെ പേര് തന്നെയാണ്. കിയത് ദൃഷ്ടം കിയത് ഭ്രാന്തം. അങ്ങ് എന്തൊക്കെ കണ്ടു, എവിടെയൊക്കെ അലഞ്ഞു നടന്നു. ദൃശ്യം സ്മരസി കിഞ്ചവ. അങ്ങ് അനുഭവിച്ചത്, അത് കാഴ്ചകളായാലും ശബ്ദങ്ങളായാലും സ്പർശങ്ങളായാലും സുഖങ്ങളായാലും ദുഃഖങ്ങളായാലും എന്തൊക്കെ അങ്ങയുടെ അനുഭവമണ്ഡലത്തിൽ ഉൾപ്പെട്ടുവോ അതൊക്കെ അങ്ങ് ഇപ്പോൾ ഓർമ്മിക്കുന്നുണ്ടോ ഇല്ലയോ? ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ പറയണം എന്നാണ്. ഞങ്ങൾക്ക് കേൾക്കാൻ കൗതുകമുണ്ട്. ഈ ഭൂമിയിലുള്ള എല്ലാ സ്ഥലങ്ങളും ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ കാണുന്നില്ല. ഇത് ബ്രഹ്മാണ്ടങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് വന്ന ഒരു വ്യക്തിയാണ് ഈ ഭാസൻ. അപ്പം അങ്ങ് വിചിത്രങ്ങളായ പല കാഴ്ചകളെയും കണ്ടു എന്ന് പറഞ്ഞു. അതൊക്കെ അങ്ങേക്കിപ്പോൾ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം എന്നാണ് വിശ്വാമിത്രൻ വിപശ്ചിത്തിനോട് അഥവാ ഭാസനോട് പറയുന്നത്. ഇത്തം വസിഷ്ഠോക്തം വിപശ്ചിച്ചരിതം സ്വോക്ത്യാ സംവാദ്യ മുഖോക്ത്യാപി സംവാദയിതും വിശ്വാമിത്ര ഉവാച. നേരത്തെ വസിഷ്ഠനാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ആ വസിഷ്ഠൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് വിപശ്ചിത്തിൻ്റെ ചരിത്രത്തെ, അദ്ദേഹത്തിൻ്റെ പല ലോകങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ച ആ സംഭവങ്ങളെപ്പറ്റി സ്വോക്ത്യാ സംവാദ്യ, തൻ്റെ വാക്കുകൊണ്ട് വിവരിച്ചിട്ട് മുഖോക്ത്യാപി, ഭാസൻ്റെ മുഖത്തിൽ നിന്നും അതൊന്ന് കേൾക്കണം എന്ന് വിചാരിച്ച് അദ്ദേഹമാണല്ലോ അനുഭവിച്ചത്. ഈ ഭാസൻ അഥവാ വിപശ്ചിത്താണ് പല ലോകങ്ങളിലും പല ബ്രഹ്മാണ്ടങ്ങളിലും സഞ്ചരിച്ച് പല വിചിത്രങ്ങളായ അനുഭവങ്ങൾ നേടിയത്. അത് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കാം എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ കൊണ്ട് പറയിക്കാൻ ശ്രമിക്കുകയാണ്. സംവാദയിതും വിശ്വാമിത്ര ഉവാച. വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, ഉച്യതാമിതി. ഉച്യതാം എന്ന് പറഞ്ഞാലും
ഹേ വിപശ്ചിത് അപരാഖ്യ, വിപശ്ചിത്ത് എന്ന മറ്റൊരു പേരോടുകൂടിയ ഹേ ഭാസ, അല്ലെങ്കിൽ ഭാസനെന്ന് പേരോടുകൂടിയ വിപശ്ചിത്തെ. എന്തായാലും പ്രശ്നമില്ല, ഒരേ ആളിൻ്റെ രണ്ട് പേരുകളാണല്ലോ. ത്വയാ കിയദൃശ്യം ദൃഷ്ടം കിയച്ച ഭ്രാന്തം തത്ര കിഞ്ച വാ സ്മരസി തത് കിഞ്ചിത് സംക്ഷിപ്യ ഉച്യത. അങ്ങ് എന്തൊക്കെ ദൃശ്യങ്ങളെയാണ് കണ്ടത്, എവിടെയൊക്കെ അങ്ങ് അലഞ്ഞു തിരിഞ്ഞു, അങ്ങ് അനുഭവിച്ചവയിൽ എന്തൊക്കെ അങ്ങേക്ക് ഓർമ്മയുണ്ട്, അതെല്ലാം ഒന്ന് ചുരുക്കി വിവരിക്കാമോ? ചുരുക്കി വിവരിക്കാനാണ് പറയുന്നത്. ചുരുക്കിയാൽ വിവരിക്കാൻ പറ്റില്ല, വിവരിച്ചാൽ ചുരുക്കാനും പറ്റില്ല. അതായത് ഒരുപാടൊന്നും ഡീറ്റെയിൽഡായിട്ട് പറയണ്ട, വളരെ സംക്ഷിപ്തമായി അങ്ങ് അനുഭവിച്ച കാര്യങ്ങളെ ഒന്ന് പറയാമോ എന്ന് വിശ്വാമിത്രൻ ആവശ്യപ്പെട്ടപ്പോൾ ഭാസൻ അതിന് മറുപടി പറയുകയാണ്. ഭാസ ഉവാച ബഹുദൃഷ്ടം മയാ ദൃശ്യം ബഹുഭ്രാന്തമഖേദിന ബഹ്വേവ ബഹുധാനൂനമനുഭൂതം സ്മരാമ്യഹം. മഹർഷേ, എന്താ കഥ, എന്തു പറയാൻ ഞാൻ? ബഹുദൃഷ്ടം, ഒരുപാട് കണ്ടു, എന്തൊക്കെയോ കണ്ടു. ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ കാണാൻ സാധ്യതയില്ലാത്ത പലതും കണ്ടു, പല ലോകങ്ങളും കണ്ടു, ഒരുപാട് കണ്ടു എന്നാണ് പറയുന്നത്. ബഹുദൃഷ്ടം മയാ ദൃശ്യം, പലതരത്തിലുള്ള ദൃശ്യങ്ങളെ ഞാൻ കണ്ടു. ബഹുഭ്രാന്തമഖേദിന, ഒരിക്കലും തളരാത്ത മനസ്സോടുകൂടി ഞാൻ ബ്രഹ്മാണ്ടങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു. ലോകത്തല്ല, ഭൂമിയിലല്ല, ബ്രഹ്മാണ്ടങ്ങളിൽ ഞാൻ ചുറ്റിത്തിരിഞ്ഞു. മനസ്സിന് ഒരു തളർച്ചയും തോന്നിയില്ല. എന്തുകൊണ്ടാണ്? ശരീരം തളർന്നു, ശരീരത്തിന് വയ്യാണ്ടായി, ശരീരത്തിൻ്റെ പ്രാരബ്ധം തീർന്നപ്പോൾ ശരീരം നശിച്ചു. പക്ഷെ ഞാൻ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. എന്തുകൊണ്ട്? ദൃശ്യത്തിൻ്റെ അന്തം കാണണം എന്ന ദൃഢനിശ്ചയമായിരുന്നു എൻ്റെ ഉള്ളിൽ. ആ അതിശക്തമായ അഭിലാഷം ഉള്ളിൽ ജ്വലിച്ചു നിന്നപ്പോൾ മനസ്സിന് ഒരിക്കലും തളർച്ച തോന്നിയില്ല, മനസ്സ് തളർന്നില്ല. ശരീരം തളർന്നു, ശരീരം നശിച്ചു, വീണ്ടും ജനിച്ചു. പക്ഷെ മനസ്സിന് മതി, എന്തിനീ ദൃശ്യത്തിൻ്റെ അന്തം എന്നൊരു മടുപ്പ് തോന്നിയില്ല. ഖേദം അല്പം പോലും ഇല്ലാത്തവനായി ഞാൻ പല ബ്രഹ്മാണ്ടങ്ങളിലും അലഞ്ഞു തിരിഞ്ഞു. ബഹ്വേവ ബഹുധാനൂനം അനുഭൂതം, പലതിനെയും പല പ്രകാരത്തിലും അനുഭവിച്ചു. ഒന്നിനെ പല പ്രകാരത്തിലും അനുഭവിക്കാം, പലതിനെയും ഒരു പ്രകാരത്തിൽ അനുഭവിക്കാം. പലതിനെയും പല പ്രകാരത്തിലും അനുഭവിച്ചു. ഈ വിഷയാനുഭവങ്ങൾക്ക് ഒരു അന്തവുമില്ല. ഒരു ശില അല്ലെങ്കിൽ ഒരു ചിത്രം, അതിനെ ഓരോ കോണിൽ നിന്നും, ഓരോ വീക്ഷണകോണിലൂടെ നോക്കുമ്പോഴും വ്യത്യസ്തമായിരിക്കും ആ അനുഭവം. ഒരു ശിലയുടെ മുമ്പിൽ നിന്ന് ശിലയെ നോക്കുന്നത് പോലെയല്ല ശിലയുടെ പുറകിൽ ചെന്ന് ആ ശിലയെ നോക്കുക. അതുപോലെ ആവില്ല വശങ്ങളിൽ നിന്ന് ആ ശിലയെ കാണുക. അപ്പോൾ ഒരേ വസ്തുവിനെ തന്നെ ഓരോ വീക്ഷണകോണിലൂടെയും നാം കാണുമ്പോൾ നമ്മുടെ ആ അനുഭവം വ്യത്യസ്തമായിരിക്കും. ഞാൻ പലതിനെയും പല പ്രകാരത്തിലും അനുഭവിച്ചു മഹർഷേ. സ്മരാമ്യഹം, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. സാധാരണ ഒരു ജീവൻ പുനർജനിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മങ്ങളിലുള്ള കാര്യം അതിന് മറന്നുപോകും, ഒന്നും ഓർത്തെടുക്കാൻ പറ്റില്ല. ചിലർക്ക് ചിലത് ഓർമ്മയുണ്ടാവും, എല്ലാം ഒന്നും ഓർമ്മയുണ്ടാവില്ല. കാരണം അങ്ങനെ ഓർമ്മയുണ്ടായാൽ അത് വലിയ കുഴപ്പമാണ്. ഈ ജീവിതത്തിൽ തന്നെ, അതായത് ഈ ജന്മത്തിൽ തന്നെ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ഒരിക്കലും അതൊന്നും ഓർമ്മിക്കരുത് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ളപ്പോൾ പൂർവജന്മങ്ങളിൽ നടന്ന കാര്യങ്ങളെയും അവിടെയൊക്കെ ദുഃഖമായിരിക്കും കൂടുതൽ സുഖങ്ങളെക്കാളും. ഏത് ജന്മം, ഏത് ചക്രവർത്തിയുടെ ജീവിതം എടുത്താലും, ഏത് പിച്ചക്കാരൻ്റെ ജീവിതം എടുത്താലും അയാളുടെ ജീവിതത്തിൽ സുഖത്തേക്കാൾ ദുഃഖമായിരിക്കും കൂടുതൽ. ആ നിയമത്തിന് ഒരു എക്സെപ്ഷനുമില്ല, അത് എപ്പോഴും അങ്ങനെയായിരിക്കും. ലൗകിക ജീവിതം എന്ന് പറഞ്ഞാൽ ദുഃഖമായിരിക്കും സുഖത്തേക്കാളും കൂടുതൽ. അപ്പോൾ ഞാൻ ഏതൊക്കെ ജന്മങ്ങളിലൂടെ കടന്നുപോയി, അവിടെ ഞാൻ അനുഭവിച്ച വിചിത്രങ്ങളായ അനുഭവങ്ങൾ എന്തൊക്കെ എന്നുള്ളത് ഞാൻ നല്ലപോലെ ഓർമ്മിക്കുന്നു.
എന്ന് പറഞ്ഞിട്ട് ഒരു വിവരണം അങ്ങോട്ട് തുടങ്ങുകയാണ്. ഇതിൽ താത്വികമായ യാതൊന്നുമില്ല. എന്നാലും ഈ വിവരണം വായിച്ചു പോകാൻ വളരെ രസകരമാണ്. അതുകൊണ്ട് നമുക്കതിനെ സ്കിപ്പ് ചെയ്യാൻ നിവൃത്തിയില്ല. സ്കിപ്പ് ചെയ്ത് പോകുന്ന ഭാഗങ്ങളുണ്ട്, അത് വരുമ്പോൾ ഞാൻ പറയാം. ഇതേതായാലും നമുക്ക് വായിച്ചു പോകാം വേഗത്തിൽ, വലിയ വിശദീകരണമൊന്നും ആവശ്യമില്ല. എന്തൊക്കെയാണ് ഈ ഭാസൻ്റെ അനുഭവങ്ങൾ എന്നുള്ളതിനെ ഭാസൻ അല്ലെങ്കിൽ വിഭജിച്ച് തൻ്റെ വാഗൊണ്ട് തന്നെ പറയുകയാണ്. മയാനുഭൂതാനി മഹാന്തിരാജൻ ചിരം സുദൂരേ വിവിധൈശരീരൈഃ സുഖാനി ദുഃഖാനി ജഗന്ത്യനന്താന്യനന്തമാസാദ്യ മഹാംബരം തത്. ഞാൻ അവ്യാകൃതാകാശം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ വേർതിരിയുന്നതിന് മുമ്പുണ്ടായിരുന്ന ആകാശം, സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന അവസ്ഥയാണ് അവ്യാകൃതാകാശം എന്ന് പറയുന്നത്. അതിൽ നിന്ന് പൊന്തിയതാണ് സകല ബ്രഹ്മാണ്ടങ്ങളും. അപ്പോൾ ആ അവ്യാകൃതം എന്നുള്ള മഹാകാശത്തെ ഞാൻ പ്രാപിച്ചിട്ട് മയാനുഭൂതാനി മഹാന്തിരാജൻ. സാധാരണ ഒരു മനുഷ്യൻ, ഒരു ജീവൻ ഒരിക്കലും അനുഭവിക്കാൻ സാധ്യതയില്ലാത്ത പലതിനെയും ഞാൻ വളരെ കാലം, അനേകം ജന്മങ്ങളിലൂടെ അനുഭവിച്ചു. സുദൂരേ വിവിധൈഹി ശരീരൈഹി, പല ദേഹങ്ങളെടുത്തുകൊണ്ട്, പല ശരീരങ്ങൾ അംഗീകരിച്ചുകൊണ്ട് വളരെ ദൂരെ, ഈ ഭൂമിയിലല്ല ഞാൻ ആ അനുഭവങ്ങളെ അനുഭവിച്ചത്, വളരെ ദൂരെയാണ്. എവിടെയാണെന്ന് എനിക്ക് കൃത്യമായി പറയാൻ നിവൃത്തിയില്ല. അനന്തമാണ് ഈ ബോധതത്വം. അതിൻ്റെ ഒരു ഒഴിഞ്ഞ മൂലയിലാണ് എന്ന് പറഞ്ഞാലും അത് അനന്തമായ ആകാശം തന്നെയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ അധിവസിക്കുന്ന ഈ ഭൂമിയിൽ നിന്നും വളരെ ദൂരെയായി ഞാൻ പലതും കണ്ടു, അനുഭവിച്ചു, കേട്ടു, രസിച്ചു, രുചിച്ചു, മണത്തു. പല ശരീരങ്ങളിൽ ഇരുന്നു കൊണ്ട് വിചിത്രങ്ങളായ അനേകം അനുഭവങ്ങളെ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. സുഖാനി ദുഃഖാനി ജഗന്തി അനന്താനി, സുഖങ്ങളെയും ദുഃഖങ്ങളെയും ഞാൻ അനുഭവിച്ചു. അനന്ത ജഗത്തുകളെ, അനേകം ലോകങ്ങളെയും ഞാൻ അനുഭവിച്ചു. അനന്തമാസാദ്യ മഹാംബരം തത്. അവ്യാകൃത ആകാശം എന്ന് പറയുന്ന ആ അനന്തമായ ആകാശത്തിൽ ബ്രഹ്മാണ്ട പരമ്പരകളാണുള്ളത്. ആ ഓരോ ബ്രഹ്മാണ്ടത്തിലും ഞാനിങ്ങനെ മാറി മാറി സഞ്ചരിച്ച് പല ശരീരങ്ങളിൽ ഇരുന്നു കൊണ്ട് അനന്തമായ അനുഭവങ്ങളെ സമ്പാദിച്ചു. അവയിൽ സുഖങ്ങളുമുണ്ട്, ദുഃഖങ്ങളുമുണ്ട്. തൻ മഹാംബരം അവ്യാകൃതാകാശമാസാദ്യ. മഹാംബരം എന്ന് പറഞ്ഞാൽ അനന്തമായ ആകാശം, അതായത് സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പുള്ള ആ ആകാശം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഒരു വിത്തിൻ്റെ രൂപത്തിൽ ആണ് ആദ്യം ഉണ്ടായത്. അത് ക്രമേണ സങ്കല്പത്തിലൂടെ പെരുകുകയാണ് ചെയ്തത്. മനസ്സ് തന്നെയാണ്, മനസ്സാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത്. ആ ദൃശ്യങ്ങളെയെല്ലാം ഞാൻ അനുഭവിച്ചു. വിചിത്രദേഹൈർവരശാപയോഗാ ദൃശ്യാന്യനന്താനി മയാ മഹാത്മൻ ജന്മാന്തരാവർത്ത വിവർത്തനാനി ദൃഢൈകചിത്തേന വരാത് കൃശാനോഹോ. കൃശാനോഹോ വരാത് ദൃഢൈകചിത്തേന. കൃശാനു എന്ന് പറഞ്ഞാൽ അഗ്നി എന്നർത്ഥം. അഗ്നിദേവൻ്റെ വരത്തിൻ്റെ സഹായത്താൽ ദൃഢൈകചിത്തേന ഈ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ അവസാനം ഞാൻ കണ്ടേ അടങ്ങൂ എന്നുള്ള ദൃഢചിത്തതയോടുകൂടി ഞാൻ യാത്ര തുടർന്നപ്പോൾ പലതിനെയും അനുഭവിച്ചു. വിചിത്രദേഹൈർ വരശാപയോഗാത്. വിചിത്രങ്ങളായ പല ശരീരങ്ങളും എനിക്ക് ലഭിച്ചു. ആ ശരീരങ്ങൾ ഉണ്ടാകാൻ കാരണം വരങ്ങളും ശാപങ്ങളുമാണ്. പലരും എന്നെ ശപിച്ചു, അങ്ങനെ ഞാൻ നീചയോനികളിൽ ജനിച്ചു. പലരും എന്നെ അനുഗ്രഹിച്ചു, അങ്ങനെ ഉയർന്ന ദേവന്മാർ മുതലായ ഗന്ധർവന്മാർ, യക്ഷന്മാർ, അങ്ങനെയുള്ള പല ജന്മങ്ങളിലും ഞാൻ സ്ഥിതി ചെയ്തു. ജന്മാന്തര വരശാപയോഗാത്. വരം കൊണ്ടും ഒരാൾക്ക് ശരീരം ഉണ്ടാവും, ശരീരം കിട്ടും.
ശാപം കൊണ്ടും ശരീരം കിട്ടും. അഹല്യയെ ഗൗതമൻ ശപിച്ച് ശിലയാക്കി മാറ്റി. ചിലരെ അനുഗ്രഹിച്ച് സ്വർഗലോകത്തേക്ക് അയക്കുകയും ചെയ്തു. അതെ, അതിൽ നിന്ന് ആ ശിലാരൂപത്തിൽ നിന്ന് അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തത് ശ്രീരാമനാണല്ലോ. അപ്പോൾ വരം കാരണം ഉയർന്ന ജന്മങ്ങളും ശാപം കാരണം നീചജന്മങ്ങളിൽ ലഭിക്കും. അപ്പോൾ പല ശരീരങ്ങളിൽ ഇരുന്നു കൊണ്ട് വരങ്ങളും ശാപങ്ങളും കാരണമായിട്ട് അനന്തമായ ദൃശ്യങ്ങളെ അല്ലയോ മഹാത്മാവേ ഞാൻ അനുഭവിച്ചു. വിശ്വാമിത്രനെ നോക്കി പറയുകയാണ്, ജന്മാന്തര ആവർത്ത വിവർത്തനാനി. ജന്മാന്തരങ്ങൾ, അനേകം ജന്മങ്ങൾ വെള്ളത്തിൽ ചുഴികളെന്ന പോലെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ആ ഓരോ ചുഴിയിലും ഞാൻ ഒരു കരിയിലയെ പോലെ അല്ലെങ്കിൽ ഒരു പുൽക്കൊടിയെ പോലെ കറങ്ങിക്കൊണ്ടിരുന്നു. ആ ഓരോ ജന്മത്തിലും വിചിത്രങ്ങളായ പല അനുഭവങ്ങളാണ് എനിക്കുണ്ടായത്. വിവർത്തം എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്നത്, ആവർത്തം എന്ന് പറഞ്ഞാൽ ചുഴി എന്നർത്ഥം. ഒരു ചുഴിയിൽ നിന്ന് വല്ല വിധേനയും കരയ്ക്ക് കയറുമ്പോൾ അടുത്ത ചുഴിയിൽ ചെന്ന് വീഴും, അവിടെ കിടന്ന് കറങ്ങും. ഇങ്ങനെ ജന്മങ്ങളാകുന്ന ചുഴികളിൽ ജീവന്മാർ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. സുഖദുഃഖങ്ങൾ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. മയാ കൃശാനോർ വരാതെ ദിഗന്ധദർശന വിഷയെ ദൃഢൈകചിത്തേന ജന്മാന്തരാവർത്തേഷു വിവർത്തനാനി തത്രാനന്ദാനി ദൃശ്യാന്യനുഭൂതാനീത്യനുഷജ്ജതേ. എന്നാൽ അഗ്നിദേവൻ്റെ വരപ്രസാദത്താൽ ദിഗന്ധങ്ങളിലുള്ള ദൃശ്യങ്ങളെ കാണണം, ദൃശ്യപ്രപഞ്ചത്തിൻ്റെ അന്തം കാണണം എന്ന ദൃഢനിശ്ചയത്തോടുകൂടി ഞാൻ പലതരം ജന്മങ്ങളിലൂടെയും ജന്മങ്ങളാകുന്ന ചുഴികളിലും കറങ്ങി നടന്നു. അവിടെയൊക്കെ അനന്തങ്ങളായ ദൃശ്യങ്ങൾ എന്നാൽ അനുഭവിക്കപ്പെട്ടു. ദൃശ്യാത്മകോർവീവപുഷസ്ത്വവിദ്യാ ദൃശോജവേനാന്ത പരീക്ഷണായ ദേഹേന ജഗത്പ്രതിപ്രാക് സ്മൃതേ സദാഹം ഘനയത്നമാസം. ദൃശ്യാത്മകോർവീവപുഷസ്ത്വവിദ്യാദൃശഃ. ദൃശ്യാത്മകമാണ് ഈ ഉർവി. പലതരം കാഴ്ചകൾ ഈ ഭൂമിയിലുണ്ട്. ദൃശ്യങ്ങളായി കാണപ്പെടുന്നത് അവിദ്യ തന്നെയാണ്. അവിദ്യ, അജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അറിയാതിരിക്കുന്ന അവസ്ഥ. അപ്പോഴാണ് പല ദൃശ്യങ്ങളെയും കാണുന്നത്. ആത്മാവിൽ നിലയുറപ്പിച്ച ഒരു ജ്ഞാനിക്ക് ദൃശ്യങ്ങൾ ഒരിക്കലും സത്യമാകുന്നില്ല. ദൃശ്യങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് ഉണരുമ്പോൾ അദ്ദേഹം ദൃശ്യങ്ങളെ കാണും, അനുഭവിക്കും. പക്ഷെ അവയ്ക്ക് അദ്ദേഹം ഒരിക്കലും സത്യത്വം കൽപ്പിക്കുന്നില്ല. അജ്ഞാനികളുടെ കഥ അങ്ങനെയല്ല. അവർ കണ്ടതിനെ അപ്പടി വിശ്വസിക്കുന്നവരാണ്. 5 ഇന്ദ്രിയങ്ങളും മനസ്സും, ഈ 6 ഉപകരണങ്ങൾ കാണിച്ചു തരുന്ന അനുഭവങ്ങൾക്ക് സത്യത്വം നൽകുകയാണ് അജ്ഞാനികളായ ജീവന്മാർ ചെയ്യുന്നത്. അതുകൊണ്ട് അവർ എപ്പോഴും മയക്കത്തിലാണ്, ഭ്രമത്തിൽ ആണ്ടുകിടക്കുകയാണ്. അവിദ്യാദൃശഃ, അവിദ്യയാണ് ദൃശ്യം എന്ന പോലെ കാണപ്പെടുന്നത്. ആ അവിദ്യയാകുന്ന കണ്ണുകളിലൂടെ കാണുന്ന ജീവന്മാർ, അങ്ങനെ ഒരു ജീവനായിരുന്നു ഞാൻ. ജവേന അന്തപരീക്ഷണായ, ഈ ദൃശ്യത്തിൻ്റെ അന്തം എവിടെയാണ് എന്ന് പരീക്ഷിക്കാൻ ശ്രമിച്ചു. ഇതിന് അന്തമില്ല എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. അഗ്നിദേവനോട് ഞാൻ വരം ചോദിച്ച വരം അഗ്നിദേവൻ നൽകുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിനെങ്കിലും എന്നോട് പറയാൻ പാടില്ലായിരുന്നോ, കുഞ്ഞെ, ഈ ദൃശ്യത്തിന് ഒരിക്കലും അന്തമില്ല, ഒരിക്കലും ഒടുങ്ങാത്തതാണ് ഈ ദൃശ്യം. ഇങ്ങനെയൊന്ന് പുറത്ത് യഥാർത്ഥത്തിലില്ല. നിന്റെ ഉള്ളിലുള്ള അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനമാണ് ദൃശ്യപ്രപഞ്ചമായി പുറത്ത് കാണപ്പെടുന്നത് എന്ന് ആ അഗ്നിദേവൻ ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എൻ്റെ ഈ ചുറ്റിക്കറക്കം നിർത്താമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഈ ദൈവത്തിൻ്റെ ഒരു പരിപാടി എന്തെന്നറിയാമോ? നമ്മൾ എന്താണോ ചോദിക്കുന്നത് അത് മാത്രമേ തരികയുള്ളൂ. ചോദിക്കാത്തത് ദൈവം തരികയില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, നമ്മൾ എരന്ന് വാങ്ങിച്ചതാണ് ഈ സുഖദുഃഖം. രണ്ടും നമ്മൾ എരന്ന് വാങ്ങിച്ചതാണ്. ഇല്ല, ഞാൻ സുഖത്തെ
ചോദിച്ചില്ല, അല്ല ദുഃഖത്തെ ചോദിച്ചില്ല, സുഖത്തെ മാത്രമേ ഈശ്വരൻ്റെ അടുത്ത് ചോദിച്ചുള്ളൂ. സുഹൃത്തെ, ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ് സുഖദുഃഖങ്ങൾ. സുഖം നിങ്ങൾ ചോദിച്ചാൽ ദുഃഖം ഫ്രീ. നിങ്ങൾ ദുഃഖത്തെയാണ് ചോദിക്കുന്നതെങ്കിൽ സുഖം ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇത് ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഈ സുഖദുഃഖങ്ങൾ. ഈ സത്യം മനസ്സിലാക്കാതെ ദൈവത്തോട് എന്തെങ്കിലും ചോദിച്ചാൽ ആ ചോദിക്കുന്നത് തരും. പക്ഷെ ആ ചോദിക്കുന്നതിൻ്റെ കൂടെ മറ്റൊന്ന് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും. അത് നല്ലതുപോലെ മനസ്സിലാക്കിക്കൊള്ളുക. കൃഷ്ണൻ്റെ മാതാപിതാക്കൾ എന്താ ചെയ്തത്? സാക്ഷാത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മാതാപിതാക്കൾ ദേവകിയും വസുദേവനും ചോദിച്ചു. ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി തപസ് ചെയ്ത് എന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ചു. അങ്ങ് ഞങ്ങളുടെ മകനായി ജനിക്കണം. വല്ല കാര്യമുണ്ടോ? അജനും അമരനുമായ ആ സർവേശ്വരനെ തൻ്റെ മകനായി ജനിക്കണം, തനിക്ക് കുഞ്ഞായി കിട്ടണം എന്നവരാഗ്രഹിച്ചു. അദ്ദേഹത്തിന് പ്രശ്നമില്ല, അദ്ദേഹം ഒരിക്കലും ജനിക്കുന്നില്ല. മായയിലൂടെ അദ്ദേഹം ശ്രീകൃഷ്ണ രൂപം കൈക്കൊണ്ടു. ഒരു രൂപം ദേവകിയുടെ ഗർഭത്തിൽ കുഞ്ഞായി പ്രത്യക്ഷപ്പെട്ടു. രൂപം എന്നും കള്ളമാണ്. അത് ഏത് സിദ്ധപുരുഷൻ്റെ രൂപമായാലും ഏത് അവതാര പുരുഷൻ്റെ രൂപമായാലും സാക്ഷാത് അവതാരങ്ങളുടെ രൂപങ്ങൾ പോലും മായയെ ആശ്രയിച്ച് സംഭവിക്കുന്നവയാണ്. അതൊന്നും സത്യമല്ല. അതാണ് കൃഷ്ണൻ പറഞ്ഞ അവജാനന്തി മാ മൂഢാഹ മാനുഷീം തനുമാശ്രിതം പരംഭാവമജാനന്ദോ മമ ഭൂതമഹേശ്വരം. ഞാൻ സകല ജീവികളെയും നിയന്ത്രിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ തന്നെ സൃഷ്ടിസ്ഥിതി സംഹാര കാരകനായിരിക്കുന്ന ഭഗവാനാണ് എന്ന് എന്നെ പെറ്റ എൻ്റെ മാതാപിതാക്കൾ പോലും മനസ്സിലാക്കിയിട്ടില്ല. അവർക്ക് അതിനുള്ള യോഗമേ ഉണ്ടായിരുന്നുള്ളൂ. അർജുന, നിനക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റരുത്. മണ്ടന്മാരാണ് എന്നെ രൂപത്തോടു കൂടിയ ഒരു വ്യക്തിയായി വിചാരിക്കുന്നത്. അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അവർ എന്നെ തെറ്റിദ്ധരിക്കുന്നു. അവർ മൂഢന്മാരാണ്. ഞാൻ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതല്ല. അവരുടെ ഉള്ളിലുള്ള അവിദ്യ അല്ലെങ്കിൽ വേണ്ടവണ്ണമുള്ള അറിവില്ലായ്മ കാരണമായിട്ട് അവർ അരൂപമായ ആത്മതത്വത്തെ സരൂപമായ ഒന്നായി കാണുന്നു. അത് അവരുടെ കുഴപ്പമാണ്. എന്നാൽ പിന്നെ അങ്ങയുടെ മാതാപിതാക്കൾക്ക് ഈ തത്വം ഉപദേശിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ, ഞാൻ ഉപദേശിക്കാതിരുന്നിട്ടില്ല. ഞാൻ എപ്പോഴും എല്ലാവർക്കും ഉപദേശിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ അലവലാദികളെ മനസ്സിലാക്കണ്ടേ? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ചോദിച്ചു കഴിഞ്ഞാൽ മറന്നു പോകുന്നു. മായ ഞങ്ങളെ പിടികൂടുന്നു. ഈ മായ എന്ന് പറയുന്നത് എവിടെയാണ്? പുറത്തുള്ള ഏതെങ്കിലും സ്ത്രീയാണോ ഈ മായ എന്ന് പറയുന്നത്? മായ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ തന്നെ മനസ്സായി പ്രവർത്തിക്കുന്നു. അല്ലാതെ മായയെ നിങ്ങൾക്ക് ഒരിടത്തും കണ്ടെത്താൻ പറ്റില്ല. മായ എവിടെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? എവിടെയാണോ ദ്വൈതമുള്ളത്, ദ്വൈതാനുഭവമുള്ളത്, അവിടെ മായയുണ്ട് എന്നർത്ഥം. ദ്വൈതാനുഭവം മനസ്സുള്ളിടത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മനസ്സ് തന്നെയാണ് മായയായി കാണപ്പെടുന്നത്. മായ വേറെ, മനസ്സ് വേറെ അല്ല. രണ്ടും ഒന്ന് തന്നെ. മനസ്സിന് നിങ്ങൾ സത്യത്വം കൽപ്പിച്ചാൽ മായയ്ക്കും നിങ്ങൾ സത്യത്വം കൽപ്പിക്കും. മായ സത്യമാണെന്ന് വിചാരിച്ചാൽ ഈ പ്രപഞ്ചവും സത്യമാണെന്ന് കരുതി ഭ്രമിക്കുകയേ നിവർത്തിയുള്ളൂ. വേറെ മാർഗമില്ല. അതുകൊണ്ട് മൂഢന്മാർ എന്നെ തെറ്റിദ്ധരിക്കുന്നു അർജുന. എൻ്റെ പരമമായ ഭാവത്തെ അവർ ഒരിക്കലും അറിയുന്നില്ല. ഞാൻ ജഗത്തിൻ്റെ അധിഷ്ഠാനമായി വർത്തിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപമായ ആ പരമാത്മാവ് തന്നെയാണ് എന്ന് ജ്ഞാനികൾ എത്ര പറഞ്ഞാലും ഇവർക്ക് പിടികിട്ടുന്നില്ല. എന്നാൽ പിന്നെ ഞാൻ തന്നെ നേരിട്ട് അവതാരമെടുത്ത് ഈ സത്യം ഉപദേശിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും ഒരു ഓടക്കുഴൽ കയ്യിൽ പിടിച്ചിരിക്കുന്ന മയിൽപീലി ചൂടിയ വെണ്ണ കട്ട് തിന്നുന്ന ഒരു കള്ളനായി മാത്രമേ എന്നെ ആളുകൾ കാണുന്നുള്ളൂ. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? കൃഷ്ണൻ മറ്റേ ആ ബീഹാറിലെ യാദവ വംശത്തിൽ
ഈ കന്നുകാലികളൊക്കെ മേച്ചു നിന്ന ആ ഒരു ചെറിയ ഇടയ ബാലകൻ എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. സർവേശ്വരനാണെന്ന് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇവിടെ ശാസ്ത്രങ്ങൾക്ക് പഞ്ഞമില്ല, ജ്ഞാനികൾക്കും പഞ്ഞമില്ല, അവരുടെ ഉപദേശങ്ങൾക്കും ഒരു തരത്തിലുള്ള പഞ്ഞവുമില്ല. എവിടെയാണ് പഞ്ഞം? നമ്മുടെ ബുദ്ധിക്ക് അല്ലെങ്കിൽ വിവേകത്തിനാണ് പഞ്ഞം. വിവേകം ഉണരുന്നില്ല, ഉദിക്കുന്നില്ല, ഉണ്ടെങ്കിലും അത് പ്രവർത്തനക്ഷമമാകുന്നില്ല. അതുകൊണ്ടാണ് ഈ ശാസ്ത്രം എത്ര പ്രാവശ്യം ആരെല്ലാം പറഞ്ഞിട്ടും ഇത് അത്ര പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കാത്തത്. കൃഷ്ണൻ ജനിച്ചപ്പോൾ തന്നെ മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങൾ 2 പ്രാവശ്യം നിങ്ങൾക്ക് അബദ്ധം പറ്റി, ഇതിനു മുമ്പുള്ള 2 ജന്മങ്ങളിലും. ഈ പ്രാവശ്യം നിങ്ങൾക്ക് അബദ്ധം പറ്റരുത് എന്ന് എനിക്ക് നിഷ്കർഷയുണ്ട്. യുവാമാം പുത്രഭാവേന ബ്രഹ്മഭാവേന ച അസകൃത് ചിന്തയന്തൗ കൃതസ്നേഹൗ യാസ്യേധേ മദ്ഗതിം പരാം. ബാലകൃഷ്ണൻ നായർ സാർ എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടെന്നറിയാം ഈ ശ്ലോകം. ഈ ഭാഗങ്ങളൊക്കെ ഈ ഭാഗവത പ്രവചനം നടത്തുന്നവരുണ്ടല്ലോ, അവർ അറിഞ്ഞോ അറിയാതെയോ വിട്ടുപോവും. ചില ശ്ലോകങ്ങളുണ്ട്, അതിലാണ് ഈ ഭാഗവതത്തിൻ്റെ ഹൃദയം അല്ലെങ്കിൽ കാതൽ, കഴമ്പ് സ്ഥിതി ചെയ്യുന്നത്. അത് പറയില്ല. കൃഷ്ണൻ വന്നു, ഒരു ബ്രാഹ്മണൻ്റെ അടുത്ത് ഒരു ലെറ്റർ, ഒരു സന്ദേശം കൊടുത്തയച്ചു. രുക്മിണി അമ്പലത്തിൽ പോയിട്ട് ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വന്ന അവളെ എൻ്റെ തേരിൽ കയറ്റി കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ടൊരു സന്ദേശം കൊടുത്തയച്ച് രുക്മിണിയുടെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞു. ഇങ്ങനെ ആദ്യത്തെ കിഡ്നാപ്പ്, ഫസ്റ്റ് കിഡ്നാപ്പിംഗ് നടത്തിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൃഷ്ണൻ തന്നെയാണ്. ഒന്നിലും അദ്ദേഹം പിൻപോട്ടായിരുന്നില്ല, എല്ലാറ്റിലും മുമ്പിൽ. പ്രേമിക്കണോ? അതിനും മുമ്പിൽ തന്നെ. കടത്തിക്കൊണ്ടുപോകണോ? അതിനും മുമ്പിൽ തന്നെ. തത്വ പ്രവചനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതിലും 1-ാം സ്ഥാനം തന്നെ അദ്ദേഹത്തിന്. ഇപ്പോൾ ഒന്നിലും പിന്നോട്ടില്ല. എന്താ കൃഷ്ണൻ പറഞ്ഞത്? യുവാമാം പുത്രഭാവേന ബ്രഹ്മഭാവേന ച അസകൃത്. നിങ്ങൾ 2 പേരും എന്നെ നിങ്ങളുടെ മകനായി കരുതിക്കോളൂ, തെറ്റൊന്നുമില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബ്രഹ്മമാണ് എന്നുകൂടെ ഓർമ്മിക്കണം. അസകൃത് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് വീണ്ടും വീണ്ടും 1-2 പ്രാവശ്യം ഓർമ്മിച്ചാൽ പോരാ. അല്ല, എന്തിനാണ് അങ്ങനെ ഒരു സൗജന്യം ചെയ്തു കൊടുത്തത് കൃഷ്ണൻ? നിങ്ങൾ എന്നെ മകനായി കണ്ടോളുന്നു. മകനായിട്ട് കാണാതിരിക്കാൻ പറ്റില്ല. ഏത് മാതാപിതാക്കളും തൻ്റെ കുട്ടി അല്ലെങ്കിൽ തനിക്ക് ജനിച്ച കുഞ്ഞ് എന്ന് മാത്രമേ അവർക്ക് കാണാൻ കഴിയൂ. ഒരിക്കലും ബ്രഹ്മമായി കാണാൻ പറ്റത്തില്ല. ശ്രീകൃഷ്ണൻ്റെ മാതാപിതാക്കളുടെ അവസ്ഥ പോലും ഇതാണെങ്കിൽ സാധാരണ മാതാപിതാക്കളുടെ കാര്യം പറയാനുണ്ടോ? നിങ്ങളുടെ കുഞ്ഞ് ബ്രഹ്മമാണ്. ശങ്കരാചാര്യരുടെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ജനനത്തിന് മുമ്പേ തന്നെ മരിച്ചുപോയി. അദ്ദേഹം ജനിക്കുമ്പോൾ അമ്മ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. അപ്പോൾ ആ അമ്മ ശങ്കരാചാര്യരെ എപ്പോഴെങ്കിലും ബ്രഹ്മമായി കണ്ടിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഈ ദേഹം, ശരീരത്തിൽ വല്ലാത്ത ഒരു ഭ്രമം. ഞാൻ പെറ്റെടുത്ത എൻ്റെ കുഞ്ഞ്, ഞാൻ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ചതാണിവനെ. നിങ്ങൾ ആ ശരീരത്തെ മാത്രമേ പ്രസവിച്ചുള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തെ നിങ്ങൾക്ക് പ്രസവിക്കാൻ പറ്റില്ല. അത് നിങ്ങളുടെ ഗർഭത്തിനകത്ത് പെടുന്ന ഒന്നുമല്ല. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ തൻ്റെ ഗർഭത്തിൽ വഹിക്കുന്നതാണ് ഈ ചിത്ത്, ഈ ബോധം. അതെങ്ങനെ നിങ്ങളുടെ ഗർഭകോശത്തിനകത്ത് കടക്കും? അവിടെ ഇരുന്ന് അതെങ്ങനെ വളരും? വളർന്നിട്ട് എങ്ങനെ പ്രസവത്തിലൂടെ പുറത്തു വരും? അതൊക്കെ നിങ്ങളുടെ ഒരു സങ്കല്പം. നിങ്ങൾ മായയിൽ പെട്ടിരിക്കുന്നു. ഈ മഹാപുരുഷന്മാരെ പ്രസവിച്ച മാതാപിതാക്കൾ ആരും സ്വന്തം മകനെ ബ്രഹ്മമായിട്ടോ അല്ലെങ്കിൽ ജഗദ്ഗുരുവായിട്ടോ കണ്ടിരിക്കാൻ വഴിയില്ല.
അതും കൂടെ മനസ്സിലാക്കി തരാനാണ് വേദവ്യാസൻ ഇങ്ങനെ ഒരു സന്ദർഭം ഭാഗവതത്തിൽ വിവരിച്ചത്. കൃഷ്ണൻ തന്നെ പറയുകയാണ്, നിങ്ങൾ എന്നെ നിങ്ങളുടെ കുട്ടിയാണ്, പുത്രനാണ് എന്ന ഭാവത്തിൽ കണ്ടോളൂ, എന്നെ കുളിപ്പിക്കൂ, എനിക്ക് ഭക്ഷണം തരൂ. പിന്നെ അന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് യൂണിഫോമൊക്കെ അണിയിച്ച് ടിഫിൻ ബോക്സിൽ ആഹാരം എടുത്ത് സ്കൂളിലേക്ക് അയക്കുമെന്ന് പറഞ്ഞില്ല. 2 കിലോ ബാഗ്. ഇതാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എന്ത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് നമ്മൾ പറയുന്നില്ലേ? അതായത് കുട്ടികളെ നേരത്തെ തന്നെ കൊച്ചിലെ തന്നെ ചുമടെടുക്കാൻ പഠിപ്പിക്കുകയാണ്. വെയിറ്റ് എടുത്ത്, അയ്യോ ചില കുട്ടികളൊക്കെ ഈ വെയിറ്റ് എടുത്തോണ്ട് ഇങ്ങനെ വളഞ്ഞ് നട്ടല്ലൊക്കെ ഇങ്ങനെ വളഞ്ഞ് വെയിറ്റ് എടുത്തുകൊണ്ട് പോവുകയാണ്. കഷ്ടം തോന്നും. ഞാനൊക്കെ സ്കൂളിൽ പോയ കാലം എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ചെറിയ ഒരു ബാഗ്, അതും വളരെ ലോലമായ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു ബാഗ്, സഞ്ചി, ബാഗൊന്നുമല്ല ഇന്നത്തെ പോലെ സ്കൂബിയുടെയും ഒന്നുമില്ല അന്ന്. ഒരു സഞ്ചി, ഒരു സഞ്ചിയിൽ ഒരു സ്ലേറ്റ്, പാഠപുസ്തകം, പിന്നെ സ്ലേറ്റിൽ എഴുതാനുള്ള പെൻസിൽ, അത് പിന്നെ മായ്ക്കാനുള്ള മഷിത്തണ്ട എന്ന് പറയും, മഷിപ്പച്ചില എന്ന് പറയും. അതൊക്കെ വെച്ച് നല്ല തേച്ച് പിടിപ്പിച്ച്, അപ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി ഒരു പരിപാടിയുണ്ട്. കാക്കയെ വെള്ളം കുടി, കാക്കയെ വെള്ളം കുടി. എന്തോന്ന് കാക്ക? അത് ഇങ്ങനെ നമ്മളിങ്ങനെ വായുവിൽ ഇങ്ങനെ ചലിപ്പിക്കുമ്പോൾ അത് പെട്ടെന്ന് ബാഷ്പീകരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഈ സ്ലേറ്റ് ഇങ്ങനെ ആകാശത്തിൽ മുകളിലും താഴെയും ചലിപ്പിക്കുന്നത് കൊണ്ട് കാക്ക വെള്ളം കുടിക്കുകയാണെന്ന്. അങ്ങനെയാണ് അതിൻ്റെ ആ ഈർപ്പം പോകുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കയ്യും കണക്കുമില്ല മണ്ടത്തരങ്ങൾക്ക്. ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഡിഗ്രി പാസ്സായത്. ഒരു ബിരുദം എടുത്തല്ലോ, അതാണ് മണ്ടത്തരങ്ങളുടെ മൂർധന്യത എന്ന് പറയുന്നത്. ജീവിതത്തിന് പ്രയോജനമുള്ള 10 പൈസയ്ക്ക് പ്രയോജനമുള്ള ഒന്നും നമ്മുടെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും സർവകലാശാലകളിലും നിന്ന് കിട്ടുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു നന്മയുടെ അംശം ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചാൽ ഉടനെ പ്രതിഷേധമായി, പിക്കറ്റിംഗ് ആയി, നല്ലത് ഞങ്ങൾ അംഗീകരിക്കില്ല, നല്ലത് അടുത്ത തലമുറയ്ക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ കാല് കഴുകിയതൊക്കെ, അധ്യാപകന്മാരുടെ കാല് കഴുകിയ സംഭവം ഇത്രയും വലിയ വിവാദമാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരാവശ്യമില്ല. ഒന്നും അറിയില്ല. സംസ്കാരം എന്നല്ല, ഒന്നും അറിയില്ല. അറിയാവുന്നത് ഗുസ്തിയും വെട്ട് കുത്ത്, തമ്മിലടി. ഈ +2 പിള്ളേർ +1 പഠിക്കുന്ന ഒരു പയ്യനെ വലിച്ചഴച്ച് റോഡിലിട്ട് അടിച്ചു. ഇതാണ് സാക്ഷര കേരളം. ഇവർ എന്താണ് പഠിക്കുന്നത്? എന്ത് സംസ്കാരമാണ് ഇവർക്ക് വിദ്യാലയങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്? ഉറക്കെ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് മുതൽ ഇതാണ് ഈ ലോകത്തിൻ്റെ ഏർപ്പാട്. അപ്പോൾ എനിക്ക് നിങ്ങൾ ഭക്ഷണം തന്നോളൂ, എന്നെ കുളിപ്പിച്ചോളൂ, എന്നെ ലാളിച്ചോളൂ, ഉമ്മ വെച്ചോളൂ, എന്നെ പാട്ടുപാടി ഉറക്കിക്കോളൂ, പക്ഷേ കൂടെ ഞാൻ ബ്രഹ്മമാണ് എന്നുകൂടെ ഓർമ്മിക്കണം. മാമനുസ്മര യുദ്ധ്യജ എന്ന് കുരുക്ഷേത്രത്തിൽ അർജുനന് ഉപദേശിക്കുന്നതിന് വളരെ മുമ്പേ തന്നെ തൻ്റെ മാതാപിതാക്കൾക്ക് ഈ അനുസ്മരണത്തിൻ്റെ ആവശ്യകത കൃഷ്ണൻ പറഞ്ഞു കൊടുത്തിരുന്നു. ചിന്തയന്തൗ കൃതസ്നേഹവും, മകനാണ് എന്ന് ചിന്തിച്ചോളൂ. അങ്ങനെ ചിന്തിക്കരുത് എന്ന് പറഞ്ഞാലും നിങ്ങളെ കൊണ്ടാവില്ല. അതുകൊണ്ടാണ് മകനാണ്, പുത്രനാണ് എന്നൊക്കെ വിചാരിച്ചോളൂ, പക്ഷേ ഞാൻ ബ്രഹ്മമാണ് എന്ന് കൂടെ ഓർമ്മിക്കുകയും വേണം. അങ്ങനെ ആയാൽ യാസ്യേധേ മദ്ഗതിം പരാം, എൻ്റെ പരമധാമം, ഞാൻ ബ്രഹ്മമാണ്, പ്രപഞ്ചത്തിനപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന, പ്രപഞ്ചത്തിൻ്റെ അധിഷ്ഠാനമായി വർത്തിക്കുന്ന കേവല ബോധമാണ് ഞാൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ആ സ്ഥാനത്തെ പ്രാപിക്കുകയും ചെയ്യും. എൻ്റെ സ്വരൂപത്തിൽ നിങ്ങൾ എത്തിച്ചേരും. ഇതാണ് പറഞ്ഞത്.
ദൃശ്യാത്മകോർവീ വപുഷസ്ത്വവിദ്യാ ദൃശോ ജവേനാന്ത പരീക്ഷണായ. വളരെ വേഗത്തിൽ ഈ ദൃശ്യങ്ങളുടെ അന്തം കണ്ടുകളയാം എന്നുള്ള രീതിയിൽ ഞാൻ യാത്ര ചെയ്തു പല ലോകങ്ങളിലുമായി. ദേഹേന ജഗത് പ്രതിപ്രാക്. ജഗത് പ്രതി എന്നുള്ളതിന് പ്രതിബ്രഹ്മാണ്ടം. ഓരോ ജഗത്തുകളിലും ഞാൻ യാത്ര ചെയ്തു എന്ന് പറഞ്ഞാൽ അനേകം ബ്രഹ്മാണ്ടങ്ങളിൽ ഞാൻ യാത്ര ചെയ്തു. ദേഹേന ഓരോരോ ശരീരം സ്വീകരിച്ചുകൊണ്ട് പല ജന്മങ്ങൾ എടുത്തുകൊണ്ട്. സ്മൃതേ സദാഹം ഘനയത്നമാസം. എൻ്റെ സ്മരണ കാരണമായിട്ട്. എന്താണ് സ്മരണ? ഈ ദൃശ്യത്തിൻ്റെ അവസാനം ഞാൻ കാണും, കണ്ടെത്തിയേ അടങ്ങൂ എന്ന് നിശ്ചയിച്ചുറപ്പിച്ചതുകൊണ്ട് ഞാൻ പല ശരീരങ്ങളിലും പല ബ്രഹ്മാണ്ടങ്ങളിലും പല അനുഭവങ്ങളിലൂടെയും കടന്നുപോയി. അഹം ജഗത് പ്രതിബ്രഹ്മാണ്ടം ദേഹേന നാനാദേഹഭേദേന ഭ്രമന്നവി. പല ശരീരമെടുത്ത് ഞാൻ പല ലോകങ്ങളിലും ചുറ്റി നടന്നാലും പ്രാക്തന ദൃഢനിശ്ചയ സ്മൃതേഹേ, നേരത്തെ വിവശ്ചിത്തായിരുന്നപ്പോഴുള്ള ദൃഢനിശ്ചയം അത് സ്മരണയുടെ രൂപത്തിൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? എൻ്റെ ലക്ഷ്യം എന്താണ്? ദൃശ്യങ്ങളുടെ അന്തം കാണണം. അതുമാത്രം മറന്നുപോയില്ല. പല ജന്മങ്ങളെടുത്തിട്ടും ആ ഒരു ഉറപ്പ് വിവശ്യത്തിൻ്റെ ഉള്ളിൽ ദൃഢനിശ്ചയത്തിൻ്റെ രൂപത്തിലുണ്ടായിരുന്നത് കൊണ്ട് ദൃഢനിശ്ചയ സ്മൃതേർ ഹേതോഹോ ദൃശ്യാത്മകോർവ്യാദി സ്വരൂപായ അവിദ്യാദൃശ. ദൃശ്യാത്മകമാണ് ഈ ഉർവി ലോകം, ഭൂമി, എങ്ങനെ അർത്ഥം പറഞ്ഞാലും ശരിയാണ്. അതെല്ലാം അവിദ്യയുടെ പരിണത ഫലമാണ്. അന്തപരീക്ഷണായ ജവേന ഘനയത്നം യഥാസ്യ തഥാ ആസം അഭവമിത്യർത്ഥ. ഈ ദൃശ്യത്തിൻ്റെ അന്തം കാണണം, അല്ലെങ്കിൽ അന്തം എവിടെയാണ് എന്ന് പരീക്ഷിച്ചറിയാനായി വളരെ വേഗത്തിൽ ദൃഢപ്രയത്നം, കഠിനാധ്വാനം ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഫലമാണ് ഇങ്ങനെ ബ്രഹ്മാണ്ടങ്ങളിൽ ചുറ്റിത്തിരിയാൻ ഇടയായത്. സമാസഹസ്രം വിടപോഹമാസം അന്തർമനാശ്ചേതന ഭുക്തദുഃഖഃ ചിത്തം വിനാ പുഷ്പഫലപ്രദാനേ വാകന്ദവത്തരസാംഗരാഗഃ. സമാസഹസ്രം 1000 വർഷം ഞാൻ മരമായി കഴിഞ്ഞു. വളരെ കാലം നിലനിൽക്കുന്ന മരങ്ങളുണ്ട്. ആയുസ് വളരെ കൂടിയ മരങ്ങൾ, 300-400 കൊല്ലമൊക്കെ ജീവിച്ചിരിക്കുന്ന മരങ്ങളുണ്ട്. സമാസഹസ്രം 1000 വർഷങ്ങൾ ഞാൻ വിടപം എന്ന് പറഞ്ഞാൽ ശാഖയോട് കൂടിയത് വിടപി, മരം എന്നർത്ഥം. മരമായി ഞാൻ കഴിഞ്ഞു. വിടപോഹമാസം അന്തർമനാശ്ചേതന ഭുക്തദുഃഖഃ. വൃക്ഷങ്ങൾക്കും സസ്യങ്ങൾക്കും ഒക്കെ മനസ്സുണ്ടോ? അവയ്ക്ക് സുഖദുഃഖാനുഭവങ്ങൾ ഉണ്ടോ എന്ന് പലരും സംശയിച്ചേക്കാം. ഉണ്ടെന്നും. അവയും നമ്മെപ്പോലെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. പക്ഷേ നമുക്ക് സുഖദുഃഖങ്ങളെ പ്രകടിപ്പിക്കാൻ കഴിയുന്നു. വൃക്ഷലതാദികൾക്ക് അങ്ങനെ പ്രകടിപ്പിക്കാനുള്ള കഴിവില്ല. അവയുടെ ഉള്ളിൽ തന്നെ, അവയുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ. ചെടികൾക്ക് ജീവനുണ്ട് എന്ന് ആധുനിക ശാസ്ത്രം തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണല്ലോ. ചെടികൾ, മരങ്ങൾ, ലതകൾ ഇവയ്ക്കൊക്കെ ജീവനുണ്ട്. ജീവനില്ലെങ്കിൽ വളരില്ലല്ലോ. ജീവനുള്ളവയാണല്ലോ വളരുന്നത്. വളരുക മാത്രമല്ല, അവ ആഹാരം ഉത്പാദിപ്പിച്ച് മറ്റുള്ളവയെ വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ വൃക്ഷങ്ങൾ അല്ലെങ്കിൽ സസ്യങ്ങൾ, ലതകൾ ഇവ ആഹാരം ഉത്പാദിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്തോ കഴിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കും. നമ്മുടെ ജീവസന്ധാരണത്തിന് നമ്മൾ വൃക്ഷലതാദികളെയാണല്ലോ ആശ്രയിക്കുന്നത്. പച്ചക്കറി കടയിൽ ചെന്ന് പച്ചക്കറികൾ വാങ്ങിക്കുക. ഇതൊക്കെ ഏതെങ്കിലും ചെടിയിലോ മരത്തിലോ ഉണ്ടായവയല്ലേ? ഇതൊന്നും ഇല്ലാതെ മണ്ണ് തിന്ന് ജീവിക്കാൻ പറ്റുമോ നമുക്ക്? മണ്ണാണ് വാസ്തവത്തിൽ നമ്മൾ തിന്നുന്നത്. മണ്ണിൽ നിന്നുണ്ടാകുന്നതെല്ലാം മണ്ണ് തന്നെ. മണ്ണിലാണല്ലോ ചെടികൾ വളരുന്നത്. മണ്ണിൽ നിന്ന് പോഷകാംശങ്ങളും
ധാതു ലവണങ്ങളും ജലവുമെല്ലാം വലിച്ചെടുത്ത് അവയെല്ലാം കൂട്ടിച്ചേർത്ത് എങ്ങനെയാണോ നമ്മുടെ വീട്ടമ്മമാർ പല സാധനങ്ങളും ഉപയോഗിച്ച് അടുക്കളയിൽ പാചകം ചെയ്യുന്നത്, ഇതുപോലെ ഇലകളാകുന്ന അടുക്കളകളിൽ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ, അടുപ്പ് എന്ന് പറയുന്നത് സൂര്യൻ്റെ ചൂടാണ്, പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയിലൂടെ ഈ ചെടികൾ ഉത്പാദിപ്പിക്കുന്ന ആഹാരമാണല്ലോ മനുഷ്യരും മറ്റ് ജീവികളും ഭക്ഷിച്ച് മരിക്കാതെ ജീവിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഭക്ഷ്യോത്പാദകർ സസ്യങ്ങളാണ്, പച്ച നിറമുള്ള സസ്യങ്ങൾ. അവയ്ക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആഹാരം ഉണ്ടാക്കാനുള്ള കഴിവുള്ളൂ. കൂണ്, കുമിൾ ഇവയൊക്കെ ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകമില്ലാത്ത സസ്യങ്ങളാണ്. പക്ഷേ കൂണിനെ നമ്മൾ തിന്നാൻ പറ്റുന്ന കൂണുകളുണ്ട്, കുമിള്, അവയെ തിന്നു കളയും. ബാക്കിയുള്ളതിൽ അവ ഉൽപ്പാദിപ്പിക്കുന്ന മരങ്ങളും ചെടികളും ഉൽപ്പാദിപ്പിക്കുന്ന കായ്കനികളും കിഴങ്ങുകളും ഇലകളും അതൊക്കെയാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. എന്തായാലും മരങ്ങളും സസ്യങ്ങളും ഇല്ലാത്ത ഒരു ഭൂമിയെ നമുക്ക് ഭാവന ചെയ്യാൻ പോലും സാധ്യമല്ല. അന്തർമനാശ്ചേതന ഭുക്ത ദുഃഖ, മനസ്സ് ഉള്ളിൽ ഒടുങ്ങിയവരായി ഈ വൃക്ഷത്തിൽ ജീവന്മാർ സ്ഥിതി ചെയ്യുന്നു. അവരുടെ സുഖദുഃഖാനുഭവങ്ങൾ ഉള്ളിൽ തന്നെയാണ്. അവയ്ക്ക് അനുഭവങ്ങളുണ്ട്, പക്ഷെ അവയെ മറ്റ് ജീവികളെപ്പോലെ അവയ്ക്ക് പുറമെ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ചിത്തം വിനാ പുഷ്പഫലപ്രദാനേ വാ കന്ദവത്തരസാംഗരാഗ, അവയ്ക്ക് മനസ്സില്ല എന്ന് നിങ്ങൾ പറയരുത്. അവയുടെ മനസ്സ് അവയുടെ ഉള്ളിൽ തന്നെയാണ്. അതിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷികൾ, മൃഗങ്ങൾ, മനുഷ്യർ, കൃമികീടങ്ങൾ ഇവയൊക്കെ ഇവയിൽ ആ ജീവഭാവം പുറമേ പ്രകടമാകുന്നുണ്ട്, വ്യക്തമാകുന്നുണ്ട്. ഒരു പുഴുവിനെ നമ്മൾ വേദനിപ്പിച്ചാൽ അത് കിടന്ന് പിടയ്ക്കും. ഒരു പാറ്റയെ തല്ലി ഒരു മൂലക്കിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ തറയിൽ കിടന്ന് പിടയ്ക്കും. അവിടെ ജീവൻ, ആ ജീവൻ്റെ വേദന പുറമേ പ്രകടമാകുന്നുണ്ട്. പക്ഷേ ഒരു മരത്തെ മുറിച്ചാൽ, ഒരു മരത്തിൻ്റെ ഒരു ശിഖരത്തെ വെട്ടിമാറ്റിയാൽ അതിന് വേദനിക്കുക, അതിൻ്റെ വേദന നമുക്കറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ മരങ്ങളെ ഒന്നും അനാവശ്യമായി മുറിക്കരുത് എന്ന് പറയുന്നത്. ചിലരുടെ ഒരു അസുഖമുണ്ട്, ഈ തുളസി അല്ലെങ്കിൽ കൂവളം, വില്ലോ എന്ന് പറയും നമ്മൾ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചുമ്മാ അതിൻ്റെ ഒരു 4 ഇല പറിച്ച് വായിലിട്ട് ചവയ്ക്കും. തനിക്ക് അസുഖം വല്ലതുണ്ടോ? ഇല്ലല്ലോ. അല്ല, എന്നാലും പോഷകാംശമുള്ള ഇലകളല്ലേ തുളസിയുടെ ഇല. അങ്ങനെ നിങ്ങൾക്ക് തോന്നുമ്പം പറിച്ച് തിന്നാനുള്ളതല്ല ആ തുളസി ഇല. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ തുളസി കഷായമൊക്കെ വെച്ച് കുടിക്കാം. ചുമ്മാ പോണ പോക്കിൽ ഒരിടത്ത് തുളസി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇല പറിച്ച് വായിലിടുക. ചുമ്മാ ഒരു മരത്തിൻ്റെ ചെടിയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഇല ഇങ്ങനെ പറിച്ച് ചുമ്മാ തറയിലിടുക, അതിനെ കശക്കി ഇങ്ങനെ തറയിലിടുക. അവർ ജീവനാണ് നിന്നെ പോലെ, നിൻ്റെ ഒരു രോമം പിഴുതെടുക്കുന്നത് പോലെയാണ് അതിൻ്റെ ഒരു ഇല പറിച്ച് കളയുക എന്ന് പറഞ്ഞാൽ. ഈ മനുഷ്യന് ഒന്നും അറിയില്ല, പറഞ്ഞാലൊട്ട് മനസ്സിലാവത്തുമില്ല. ഒരു വൃക്ഷത്തിൻ്റെയും ഒരു ചെടിയുടെയും ഇലകളെ അനാവശ്യമായി പറിച്ച് കളയരുത്. അതിന് വേദനിക്കും. ഇല പറിച്ചാൽ പോലും അതിന് വേദനിക്കും എന്ന് പറഞ്ഞാൽ, പൂ ഇറുത്തെടുത്താൽ, പൊട്ടിച്ചെടുത്താൽ അതുപോലും വേദനിക്കും. അതുകൊണ്ട് നമ്മൾ ഈശ്വര പൂജയ്ക്കായിട്ട് പൂ പറിക്കുമ്പോൾ ആ ചെടിയോട് അല്ലെങ്കിൽ മരത്തോട് അനുവാദം വാങ്ങിച്ചിട്ട്, ഭഗവാന്റെ പൂജയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ നോവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചിട്ട് മാത്രമേ ഇലയോ പൂവോ ആ ചെടിയിൽ നിന്നോ സസ്യത്തിൽ നിന്നോ എടുക്കാവൂ. ഇതൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങൾ, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ അധ്യാപകൻ്റെ കാല് കഴിച്ചു കഴിഞ്ഞാൽ അതെന്തോ ശിശുപീഡനമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവർക്ക് ഇതൊന്നും പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവാൻ പോകുന്നില്ല. ഒരു 100 ജന്മം ജനിച്ചാലും മനസ്സിലാകുമെന്ന് കരുതാൻ നിർവാഹമില്ല. അഹങ്കാരവും ധാർഷ്ട്യവും